എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരം പുറത്തേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു നീരുവീഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്നു. ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ ചെറിയൊരു പനി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഡോക്ടറെ കാണിക്കണമെന്നാണ് ഏറ്റവും നല്ലത്. നമ്മൾ സ്വയം ചികിത്സിക്കാനൊന്നും നിൽക്കരുത്. അപ്പോൾ ഞാനും ഡോക്ടറൊക്കെ കണ്ട് ലിസ്റ്റൊക്കെ തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വെള്ളക്കെട്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ചുറ്റും ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് കനാലല്ല, ഒരു ചിറ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തും ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയി. അപ്പോൾ അധികം അകലെയൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോയത്. അപ്പോൾ ഇങ്ങനെ വെള്ളം കുറേ ദിവസമായിട്ട് മഴ പെയ്യണ കാരണം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടാണ് വെള്ളം പോണത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ നല്ലൊരു ചുറ്റുപാട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാടങ്ങളും അങ്ങനെ മീനൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് വലയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് നീരുവീഴ്ച തൊണ്ടവേനൊക്കെ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്കിങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വരും നീരുവീഴ്ച, അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ കാറ്റ് കുറേ ദൂരമൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ വരും. പിന്നെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് പനിയൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ ടെൻഷൻ ചിക്കുവിന് പനി വരുമെന്നാണ് കേട്ടോ. പക്ഷെ ചിക്കുവിനൊന്നും പനി വന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് ഡെയിലി ക്ലാസ്സുള്ള കാരണം 6 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ പോകുമ്പോൾ പുലർച്ചൊക്കെ ഇങ്ങനെ തണവടിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ഞാൻ. പനി വന്നാലും മാറില്ല. പിന്നെ നമുക്ക് മുടക്കെടുക്കാൻ പറ്റില്ല, എക്സാം ആണല്ലോ. എന്താണെങ്കിലും എക്സാമിന് പോയേ പറ്റൂ. അപ്പോൾ ലീവ് എടുക്കാൻ പറ്റില്ല. സാധാരണ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ക്ലാസ്സുള്ള ആ ഒരു ടൈമിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് കുറേ ദിവസം എടുക്കും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഈ കാര്യം. പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത കാരണം ഈ യാത്രയുടെ ക്ഷീണവും പനിയുടെ ക്ഷീണവും അപ്പോൾ നമുക്ക് ആകെപ്പാട് നന്നായി ഞാൻ ബുദ്ധിമുട്ടാറുണ്ട് പനി വരുന്ന സമയത്തൊക്കെ. അപ്പോൾ പനി വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ പോണ വഴിയിലൊക്കെ എനിക്ക് ഓരോ വഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ചിക്കുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടും ഇതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓരോ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ചുറ്റും പാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒരു ചായയും കടിയും ഒക്കെ പറഞ്ഞു കേട്ടോ. ചായയും പിന്നെ സമൂസയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇവിടെ നല്ല നല്ല രസമാണ് കാണാൻ. 2 സൈഡും പാടവും പിന്നെ ഫാമിലികൾ വരുന്നുണ്ട്, പിന്നെ ചെറുപ്പക്കാരും എല്ലാവർക്കും വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പം ഞാനും ചിക്കുൻ്റെ അടുത്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കുവിൻ്റെ ഫോണിൽ ചിക്കു എന്തിനാ കാണുന്നത് അതൊക്കെ ഞാനിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ, വെറുതെ തമാശയ്ക്ക്. അങ്ങനെ അപ്പോൾ എനിക്കാണെങ്കിൽ നാളെയും പരീക്ഷയുണ്ട് കേട്ടോ. ഇന്ന് തൊട്ട് അങ്ങോട്ട് പരീക്ഷയാണ്. കോളേജ് തുറന്നപ്പോൾ തൊട്ട് പരീക്ഷയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, ഞാൻ ചായ കുടിച്ചില്ല, ഈ പലഹാരം കഴിച്ചിട്ട് അമ്മയ്ക്കും അച്ഛനും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വേഗം പോയി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ പിന്നെ ഞാൻ മരുന്ന് വാങ്ങാണ്ടായിരുന്നു. മരുന്ന് വാങ്ങാൻ പോണ ഒരു ഗ്യാപ്പിൽ ചേട്ടൻ എനിക്ക് ഡയറി മിൽക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാനൊക്കെ ആയിട്ടിരുന്നു. എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണ്ടേ, പരീക്ഷയല്ലേ. ചക്ക വറുത്തൊക്കെ ഇടയിൽ കഴിക്കണം കേട്ടോ. പിന്നെ അമ്മ എനിക്ക് ചക്കക്കുരു പുഴുങ്ങിയതൊക്കെ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നു. അപ്പോൾ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കു അവിടെ കസാരമേരുന്ന് ഗുസ്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചക്കക്കുരു പുഴുങ്ങിയതാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ചിക്കു അതെടുത്ത് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേൻ്റെ അടുത്ത് പറയണ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നത്. അപ്പോൾ കഞ്ഞിയായിരുന്നു. ഇത് അമ്മയുടെ പുതിയ ബാച്ച് അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങ അച്ചാറായിരുന്നു. പിന്നെ ചക്കയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.